ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം. ഞാൻ അനിമ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മള് അന്ന് പ്രൂൺ ചെയ്ത് വിട്ടില്ലേ ഒരു നവംബർ ഡിസംബർ സമയത്ത്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരണ്ടേ, അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇതാ, ഇത് ഞാൻ അന്ന് പ്രൂൺ ചെയ്ത് വിട്ടതാണ്. ഇത് കണ്ട, പുതിയ രണ്ട് കുഞ്ഞി ഷൂട്ട്സ് ആണ് വന്നേക്കണത്. അതിലൊക്കെ പൂക്കളുമായി. ഇതിൽ കണ്ട, അതുപോലെ ഇത് ഞാൻ ഏറ്റവും ആദ്യം പ്രൂൺ ചെയ്ത് വിട്ടത്. അതുപോലെ തന്നെ ഇത് കണ്ണില്ലേ, ഇത് പ്രൂൺ ചെയ്ത് വിട്ടിട്ട് ഇതാ നിറച്ച് മുട്ടായി. ഇതും അതുപോലെ അന്ന് പ്രൂൺ ചെയ്ത് വിട്ട ഒരാളാണ്. കണ്ട, ഇതൊക്കെ നിറച്ച് മുട്ടിട്ടിട്ടുണ്ട്. ഇതിലും ഇതെല്ലാം ഈ പ്രൂൺ ചെയ്ത് വിട്ടത് ആൾക്കാരാണ്. എല്ലാവരും നല്ല രീതിയിൽ മുട്ടക്കിട്ട് നിൽക്കുന്നത്. ഇതാ ഇവിടെ അതൊക്കെ കണ്ട, അതുപോലെ തന്നെ ഇത് പലരും വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ പ്രൂൺ ചെയ്യാമോ എന്നുള്ളത്. നമ്മൾ ആ സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് പ്രൂൺ ചെയ്ത് വിടുക, മഴയില്ലാത്ത സമയം നോക്കി. അപ്പോൾ ഇതേപോലെ നല്ല ചൂട് വേനൽ വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പൂക്കളായിട്ടുണ്ടാവും. ഇതും ഒക്കെ കണ്ട നിറച്ച് മുട്ടിട്ട് നിൽക്കണേ. ഇതിലൊക്കെ കണ്ട നമ്മുടെ സിംഗിൾ പെറ്റൽ റെഡ്, ഇതൊക്കെ നിറച്ച് മുട്ടിട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തെ മനസ്സിലായ? നമ്മൾ ആദ്യം പ്രൂൺ ചെയ്ത് വിട്ട എന്റെ നല്ല നല്ല കോഡക്സ് ഒക്കെ ഉള്ള എന്റെ ഒരു അഡീനിയം പ്ലാന്റ് ആണ്. അതിപ്പോ ഞാൻ ഒരു നവംബർ ഡിസംബർ ആദ്യമൊക്കെയാണ് അത് പ്രൂൺ ചെയ്ത് വിട്ടത്. ഇപ്പൊ കണ്ട നിറച്ചും പൂക്കൾ വന്നേക്കണത്. ഇത് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇത് ഏത് പ്ലാന്റ് ആണെന്നുള്ളത്. നമ്മുടെ ആ വൈറ്റ് മൾട്ടിപെറ്റൽ. അപ്പൊ അതിപ്പോ നിറച്ച് പൂവിട്ടേക്കണ കണ്ട, ഒരു ചെറിയ ഒരു ഷൂട്ട് വന്നേക്കണതിൽ നിറച്ചും ബഡ്സ് വന്ന് ഫ്ലവറായി. ഇനി അടുത്ത ഇതിലൊക്കെ ബഡ്സ് വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രൂണിങ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് മഴയില്ലാത്ത സമയത്ത് ചെയ്യുക, നല്ല വെയിലുള്ള സമയത്ത്. അതായത് രാവിലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് അതിന്റെ സ്റ്റെം കട്ട് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് ഉണങ്ങി വലിഞ്ഞിട്ടുണ്ടാവണം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എനിക്ക് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ആ സമയത്ത് പ്രൂൺ ചെയ്ത് വിട്ട മിക്കവരും ഇപ്പൊ പൂവിടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പിന്നെ ഇത് ഞാനന്ന് കട്ടിങ്സ് പിടിപ്പിച്ചതിൽ ഒരെണ്ണത്തിന് വലിയ ആരോഗ്യമില്ല, പക്ഷെ ഒരെണ്ണം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ അന്ന് വേറെ അതിന് മുമ്പ് ഞാൻ 2 കട്ടിങ്സ് പിടിപ്പിച്ചില്ലായിരുന്നു. അതിപ്പോ നല്ല രീതിയിൽ വലുതായി നിറച്ച് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാനിത് ചെയ്താൽ മാത്രം പോരല്ല, അതിന്റെ ഒരു അപ്ഡേഷനും നിങ്ങളെ കാണിച്ചു തരണ്ടേ, നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നമ്മുടെ എഗ് ഫെർട്ടിലൈസർ ആണ്. അത് കുറച്ച് ചെടിയുടെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ആ ചെടിച്ചട്ടിയിൽ തങ്ങി നിൽക്കുന്ന വിധത്തില്. പിന്നെ ഞാൻ അന്ന് കൂട്ടുവളം ഒക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ടും ഒരുപാട് ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കണില്ല. പിന്നെ ഇപ്പോഴത്തെ ചൂട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഈ ചെടിക്ക് ചൂട് ഇഷ്ടമാണ്, എന്നാലും ഓരോ ദിവസം ഇടവിട്ട് ഞാൻ ചെടി നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചോട് ഉണങ്ങണ അനുസരിച്ച് ചെടി നനച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.